ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയായ വാഴ്ത്തപ്പെട്ട ഇമൽഡ ലംബർട്ടിനിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. 11ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് തന്നെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ആ സംഭവം ഞങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് എന്നെ മാതാപിതാക്കൾ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കുക എന്നത് ചെറുപ്പത്തിലേ എന്റെ സ്വപ്നമായിരുന്നു. പറയൂ, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആർക്കെങ്കിലും മരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. 1333 ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ തലേന്ന് മെയ് 12 എനിക്ക് വയസ്സ് 11 പരിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എന്റെ മുകളിലായി ഒരു ദിവ്യ വെളിച്ചത്തിൽ ഒരു തിരുവോസ്തി വലിയ ശോഭയോടെ വന്നു നിന്നു. എല്ലാം കണ്ടുനിന്ന അച്ഛൻ ഒട്ടും താമസിയാതെ ഒരു പീലാസ് എടുത്ത് വന്നു. തിരുവോസ്തി താഴ്ന്ന് അതിൽ വന്ന് ഇരുന്നു. അച്ഛൻ ആ തിരുവോസ്തി വേഗം എനിക്ക് നൽകി. ഭക്തി പാരവശത്തിൽ അതിയായ ആനന്ദത്തിൽ മുട്ടുകുത്തി കണ്ണടച്ചു നിന്ന ഞാൻ പ്രാർത്ഥനയിൽ ലയിച്ചു. ഒത്തിരി നാളത്തെ ആഗ്രഹത്തിന് ശേഷം എന്റെ ഈശോയുമായി തിരുവോസ്തിയിൽ ഒന്നായ ഞാൻ ശരീരത്തിലും ആത്മാവിലും നിത്യമായി അവനിൽ ചേർന്നത് ആരും അറിഞ്ഞില്ല. ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ തന്നെ ഈശോ എന്നെ തന്റെ സ്വർഗീയ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞു വന്ന സിസ്റ്റേഴ്സ് അറിഞ്ഞു. സ്വർഗീയമായ പുഞ്ചിരിയോടെ കണ്ണടച്ച് കൈകൂപ്പി മുട്ടുകുത്തിയിരുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞൂന്ന്. പറയൂ, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആർക്കെങ്കിലും മരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന എന്റെ വാക്കുകൾ അങ്ങനെ അക്ഷരപ്രതി സത്യമായി. 14ാം നൂറ്റാണ്ടിൽ മരിച്ച വാഴ്ത്തപ്പെട്ട ഇമൽഡ ലംബർട്ടിനിയുടെ അഴുകാത്ത ശരീരം ബൊളോഗ്നയിലെ സാൻ സിജിസ്മോന്തോ ദേവാലയത്തിൽ ഇന്നും വണക്കത്തിലുണ്ട്. ഒരു വിശുദ്ധ അല്ലെങ്കിൽ ഒരു വിശുദ്ധനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. എങ്കിൽ പിന്നെ വാഴ്ത്തപ്പെട്ട ഇമൽഡയുടെ ജീവിതത്തിലൂടെ അതിനുള്ള സൂത്രവാക്യമായിട്ട് സ്വർഗം നമുക്ക് എന്താ പറഞ്ഞു തരുന്നേ? ഒരു ചെറിയ കാര്യം, എന്നാൽ വലിയൊരു കാര്യം. ഈശോയെ സ്നേഹിക്കുക, സ്നേഹിച്ച് ഈശോയിൽ ഒന്നായി തീരുക. അതാണ് വാഴ്ത്തപ്പെട്ട ഇമൽഡ നമ്മളോട് പറയുന്നത്.